കളറക്കൽസ് ഗോൾഡ് പാർക്കിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പയ്യന്നൂരിൽ നിന്നാണ്. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് പോലെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി പയ്യന്നൂർ. എവിടെയാണ്, എന്താണ് നമ്മുടെ പേര് പറയൂ? കളറക്കൽസ്. കളറക്കൽസ് ഗോൾഡ് പാർക്ക്. കുറച്ച് എനർജി ആയിക്കേ. യെസ്. അപ്പോൾ കളറക്കൽസ് ഗോൾഡ് പാർക്ക്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ആദ്യം മത്സരിക്കാൻ പോകുന്ന ആരാണ് ഈ സ്ത്രീ എന്താ പറയുക, സ്ത്രീ കൂട്ടായ്മയിൽ നിന്ന് ആരാണ്? ബേബി കമലം. ചേച്ചിയുടെ പേര് അതാണ്. ഓക്കെ ചേച്ചി, 15 സെക്കൻഡാണുള്ളത്. 15 സെക്കൻഡിൽ എടുത്തു കഴിഞ്ഞാൽ കളറക്കൽസ് നൽകുന്ന നല്ലൊരു സമ്മാനമുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ചേച്ചിക്ക് നല്ലൊരു കൈഡി കൊടുത്തു എല്ലാവരും കൂടി. ഓക്കെ, വാ, നല്ലൊരു കൈഡി കൊടുത്തോ. അങ്ങനെ തന്നെ എടുക്കണം. ഈ ചേട്ടനാ ഇതിന്റെ ആള്, പറഞ്ഞു കൊടുക്കേട്ടാ. ഇല്ല, പറ്റുന്നില്ല. ഇല്ല, കിട്ടില്ല. ഓക്കെ, കിട്ടില്ലെങ്കിൽ വിട്ടോ. നമുക്ക് ഇനിയുണ്ട് മത്സരം. ചേച്ചി നമസ്കാരം. നമസ്കാരം. ബേബി കമലത്തിന്റെ സുഹൃത്താണോ? ബേബി കമലം തോറ്റുപോയി. അവിടെ നിന്ന് ചേച്ചി പറയുന്നുണ്ട് ജയിക്കുന്നു. ജയിക്കില്ലേ? നോക്കാം. നോക്കാം, ശ്രമിക്കാം. 15 സെക്കൻഡാണ്. 15 സെക്കൻഡിൽ എടുക്കണം. ഓക്കെ, സ്റ്റാർട്ട്. ചേച്ചി പോരട്ടെ. കൈ ഒന്നും കൂടി ഒന്ന് മടക്കി വെച്ചാൽ ചിലപ്പോൾ എടുക്കാൻ പറ്റും. അങ്ങനെ എടുക്ക്. ബേബി കമലം, കമോൺ. ബേബി കമലം പറഞ്ഞെന്താണ്? എടുക്കുമെന്ന് പറഞ്ഞല്ലേ? പിടിച്ചു, നല്ല ഭാരമുണ്ട്. ഓക്കെ, അപ്പോൾ ചേച്ചിക്ക് കളറക്കൽസ് നൽകുന്ന നല്ലൊരു സമ്മാനമുണ്ട്. അപ്പോൾ ചേച്ചി പേരൊന്നും കൂടി ഒന്ന് പറയോ? രമ്യച്ചിയാണ് വിൻ ചെയ്തിരിക്കുന്നത്. ഒറ്റയടിക്ക് തന്നെ എടുത്തു. കുറച്ച് ബുദ്ധിമുട്ടി, എന്നാലും കുഴപ്പമില്ല. ഒറ്റയടിക്ക് തന്നെ മാക്സിമം ട്രൈ ചെയ്തെടുക്കാൻ ശ്രമിച്ചു. താങ്ക് യു. അപ്പോൾ എന്തായാലും ഇനി ആരാണ് മത്സരിക്കാൻ വരുന്നത്? ബിന്ദു ചേച്ചിയാണ് വരുന്നത്. ബിന്ദു ചേച്ചിക്ക് നല്ലൊരു കൈഡി കൊടുത്തേ. അപ്പൊ ബിന്ദു ചേച്ചി ബാഗൊക്കെ കൊടുത്തിട്ടുണ്ട്. ബിന്ദു ചേച്ചി എടുക്കല്ലേ? ഓക്കെ, അടിപൊളി. ശ്രമിച്ചോ. നല്ലൊരു കൈഡി കൊടുത്തു ചേച്ചിക്ക്. ഇല്ല, പറ്റുന്നില്ല. പോട്ടെ. അതിന് നമ്മൾ കുറച്ച് സമയം കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം അല്ലേ? കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അറിയുന്നവർ ആദ്യം തന്നെ കൈ വെക്കണേ. കളറക്കൽസ് ഗോൾഡ് പാർക്കിന്റെ ഇനോഗ്രേഷൻ വരുന്ന ദിവസം ഏതാണ്? ഇവിടെയാണ് കൈ വെക്കിയത് ആദ്യം. ഏപ്രിൽ 3. എനിക്ക് തോന്നുന്നു നമ്മളൊരു ചോദ്യം ചോദിച്ചപ്പോൾ എല്ലാവരും കൈ വെക്കുന്നുണ്ട്. നമുക്ക് ആരാണ് ആദ്യം എന്നുള്ളത് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് സൈഡ് തിരിച്ച് ചോദ്യം ചോദിക്കുന്നുണ്ട്. പേരൊന്ന് പറഞ്ഞേ. അനിത. അപ്പോൾ അനിത ചേച്ചിയാണ് ആദ്യം ഉത്തരം പറഞ്ഞത്. അപ്പോൾ അനിത ചേച്ചിക്ക് കളറക്കൽസ് ഗോൾഡ് പാർക്ക് നൽകുന്ന നല്ലൊരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. ഗിഫ്റ്റ് വൗച്ചറായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് പോവാം, സമ്മാനം മേടിക്കാം. ഓക്കെ, താങ്ക് യു. സ്വർണം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അതല്ല, വേറൊരു ഉത്തരം കൂടി ഉണ്ട്. സ്വർണം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സ്വർണം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? യെസ്, അതിന് ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ആരെങ്കിലും പറയാൻ പറ്റുമോ? ആരെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പറയട്ടെ ഉത്തരം. ഭൂമിയുടെ അടിയിൽ നിന്നാണ്. കുഴിച്ചെടുക്കുന്ന മണ്ണിൻ്റെ അടിയിൽ നിന്നാരാ പറഞ്ഞ? എപ്പോൾ പറഞ്ഞു? ഞാൻ കേട്ടില്ല കേട്ടോ. എന്നാലും പോട്ടെ. ഓക്കെ, 2 പേർക്കും വൗച്ചർ കൊടുക്കാം. ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. കളറക്കൽസ് ഗോൾഡ് പാർക്ക് നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. ചേച്ചിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് ഞാനൊരു പ്രത്യേക സമ്മാനം തരുന്നുണ്ട്. പോരെ? സ്വർണത്തിൻ്റെ പൂർണ്ണമായ രൂപത്തിനെ നമ്മൾ എന്താണ് പറയുന്നത്? യെസ്, വരൂ. സ്വർണത്തിന്റെ പൂർണ്ണമായ രൂപത്തിനെ പറയുന്നത് എന്താണ്? യെസ്, നല്ലൊരു കൈ കൊടുക്കൂ. ഉത്തരം തെറ്റാണ്. അവിടെ പോയിരുന്നുള്ളൂ. അടുത്ത ആരാണ്? സ്വർണത്തിന്റെ പൂർണ്ണമായ രൂപത്തിന് നമ്മൾ എന്താണ് പറയുന്നത്? തങ്കം. ബിജുമേനോന്റെ സിനിമ തങ്കം. ചക്ക വീണ് മൊയിലെത്തുന്ന കേട്ടിട്ടില്ലേ? അതുപോലെ വെറുതെ എറിഞ്ഞു നോക്കിയതല്ലേ? ശരി തന്നെ. അപ്പോൾ 24 ക്യാരറ്റാണ് ഉത്തരം. കളറക്കൽസിന്റെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. ഓക്കെ, ഓൺ ദ സ്പോട്ടിൽ ഇവിടെ വന്നൊരു അടിപൊളി പാട്ട് പാടുന്ന ആരാണ്? ഒരു ഗംഭീരമായിട്ടൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ഇതിന് മേലൊരു സമ്മാനം കിട്ടും. വത്സലേച്ചി പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുവാ. നാടൻ പാട്ട് മതി. മന്ദാരക്കാവിലെ വേലപുരം കാണാൻ എന്തട കുഞ്ഞാഞ്ഞേ നമുക്കും പോരണ്ടേ. മന്ദാരക്കാവിലെ വേലപുരം കാണാൻ
എന്തടാ കുഞ്ഞാഞ്ഞേ നമുക്കും പോകണ്ടേ മകരക്കൊയ്ത്ത് കഴിഞ്ഞേ മാനം തെളിഞ്ഞാലേ മന്ദാരക്കാവിലെ പൂരം കൊടിയേറും മന്ദാരക്കാവിലെ വേലപുരം കാണാൻ എന്തടാ കുഞ്ഞാഞ്ഞേ നമുക്കും പോരണ്ടേ നമുക്കും പോകണ്ടേ. അപ്പോൾ നമ്മൾ എന്തായാലും ചേച്ചി ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് സമ്മാനം മേടിക്കണ? ഇത് രണ്ടാമത്തെ ഒരു പ്രാവശ്യം മേടിച്ച് 2 പ്രാവശ്യം മേടിച്ചല്ല. അപ്പോൾ സന്തോഷമായ? കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയാണ് വരാൻ പോകുന്നത് പയ്യന്നൂർ കളറക്കൽസ് ഗോൾഡ് പാർക്ക്. ഇനി നിങ്ങൾ ഒരു തരി സ്വർണ്ണം എടുത്താൽ പോലും നിങ്ങൾക്ക് ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വർണ്ണം സ്വന്തമാക്കാവുന്നതാണ്. അടുത്ത സ്ഥലത്തേക്ക് പോകാം, അടുത്ത കാഴ്ചകൾ കാണാം. ബൈ. നമ്മളിതാ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ എത്തിയിരിക്കുന്ന എടാട്ടാണ് അല്ലേ? എടാട്ട് പയ്യന്നൂർ കോളേജ് സ്റ്റോപ്പിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതാ ഒരു ചേട്ടൻ പേരെന്താ? സുരേഷ്. 15 സെക്കൻഡാണ്, അറിയാലോ കാര്യങ്ങളൊക്കെ. 15 സെക്കൻഡാണ്. 15 സെക്കൻഡിനുള്ള ഒരു കൈ ഉപയോഗിച്ച് എടുത്തു കഴിഞ്ഞാൽ കളറക്കൽസ് നൽകുന്ന നല്ലൊരു സമ്മാനമാണ്. ഓക്കെ, അപ്പോൾ അതാ ആദ്യത്തെ ഇതിൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും എടുത്തു അല്ലേ? കൈ കുറച്ച് ടൈറ്റ്. കളറക്കൽസ് നൽകുന്ന നല്ലൊരു സമ്മാനമുണ്ട്. ഓക്കെ, താങ്ക്സ്. അപ്പോൾ ആ ചേട്ടനാണ് സമ്മാനം മേടിച്ചിരിക്കുന്നത്. ചേട്ടാ താങ്ക് യു. അപ്പോൾ നമ്മൾ എടാട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് യാത്ര നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോകണം. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഇവിടെ 2-3 പേര് ഒക്കെ എടുത്തു. പക്ഷെ ബാക്കിയുള്ളവർ ഭയങ്കര സ്ട്രഗിളിങ് ആണ്, എടുക്കാനൊക്കെ ഭയങ്കര പണിയാണെന്നൊക്കെ പറഞ്ഞു. നല്ല ഭാരമുണ്ട്, നമ്മൾ പറയുന്ന പോലെയല്ല. എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് പോകാം. നമ്മളിതാ വീണ്ടും യാത്ര തുടങ്ങി കുഞ്ഞിമംഗലത്താണ് എത്തിയിരിക്കുന്നത് അല്ലേ? കുഞ്ഞിമംഗലം, യെസ്. അപ്പോൾ അതാ ആരാണ് ഫസ്റ്റ് വരുന്നത് ഇവിടെ മത്സരിക്കാൻ? ആരാണ് വരുന്നത്? നിശ്ചിത 15 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. 15 സെക്കൻഡിനുള്ളിൽ ഈ ഒരു ബാർ എടുക്കുക. പേരെന്താണ്? സുമേഷ്. നമ്മൾ വരുന്ന കളറക്കൽസ് ഗോൾഡ് പാർക്കിൽ നിന്നാണ്. വന്നിട്ടില്ല നമ്മൾ? വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ആനിവേഴ്സറി ആണ്, 25ാമത് ആനിവേഴ്സറി ആണ്. റിനോവേറ്റ് ചെയ്ത ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ആണ്. ഏപ്രിൽ 3-ാം തീയതി. സ്റ്റാർട്ട് ചെയ്യാമല്ലോ? ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് ഇവിടുന്ന് കുന്നമംഗലത്ത് നിന്ന് പൊക്കിയിരിക്കുന്നത്, ഈ ബാർ പൊക്കിയിരിക്കുന്ന ആളുടെ പേര് ഷൈജു. ഷൈജുവിന് ഒരു സമ്മാനമുണ്ട്. കളറക്കൽസ് ഗോൾഡ് പാർക്ക് നൽകുന്ന നല്ലൊരു സമ്മാനമാണ്. ഓക്കെ, താങ്ക് യു. നല്ലൊരു ഐഡിയ കൊടുത്തേ. അപ്പോൾ അടുത്ത യാത്ര ചെന്നെത്തിയിരിക്കുന്ന സ്ഥലം കുഞ്ഞിമംഗലം. ഓക്കെ, വാ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആരാണ് ആദ്യം വരുന്നത്? ആരാ പേരെന്താ? ബിനു ചേട്ടാ, നോക്കുക. 15 സെക്കൻഡാണ്, ഒരു വീട് മാത്രമാണ് എടുക്കേണ്ടത്. ഓക്കെ. ഒരു ചോദ്യം ചോദിക്കാം. കളറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ വന്നിട്ട് എത്ര വർഷമായി? ഏകദേശം ഒരു 25 വർഷമായിട്ടുണ്ടാവും. എന്താണ് അങ്ങനെ ഒരു ഉത്തരം പറയാൻ കാരണം? ഉത്തരം അറിയുന്നതുകൊണ്ടാണോ? അല്ലല്ല, ഉത്തരം അറിയാത്തതുകൊണ്ടല്ല. ഈ സാധനം ഞാൻ കല്ലറക്കെന്നാണ് ഈ ചൈന എടുത്തത്. ഈ മാല അവിടെ വാങ്ങിച്ചാണ്. 23 വർഷമായി. എൻ്റെ വൈഫ് എനിക്ക് ഇട്ട് തന്ന ചൈന ഇത്. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഇത് 23 വർഷമായി. അതിന് മുമ്പേ ആയിരിക്കും കല്ലറക്കൽ ഓപ്പൺ ആയില്ല. അതാണ് ഏകദേശം 25. കറക്റ്റ് ഉത്തരവാണ്. എന്തായാലും കളറക്കൽസ് ഗോൾഡ് പാർക്ക് നല്ലൊരു സമ്മാനമുണ്ട്. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ ഉള്ളത് സ്ഥലത്തിന്റെ പേര് ഓവപ്പുറത്താണ്. അപ്പോൾ ഇവിടെ മത്സരം സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി. ഇവിടെ നമ്മൾ ആദ്യം ആരാ മത്സരിക്കാൻ പോകുന്നത്? സുബേറാണ് മത്സരിക്കാൻ പോകുന്നത്. സുബേർ, ഞാനൊരു കാര്യം പറയാം വെക്കാം. അത് അതുപോലെ തന്നെ പറയണം. പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം പഠിക്കണം. അതല്ല ഞാൻ പറയണത്, തിരിച്ചെന്നോട് പറയണം. പഠിക്കേണ്ടാത്തതായിട്ടുള്ള നിങ്ങൾ പറയുമ്പോൾ പറയണം അല്ലേ? യെസ്, പഠിക്കേണ്ടാത്തതായിട്ടുള്ള ആരാ പറയാൻ പോകുന്നത്? പഠിക്കേണ്ടാത്തതായിട്ടുള്ള
പഠിക്കേണ്ടതായിട്ടുള്ള പഠിക്കാൻ പോകുമ്പോൾ പഠിക്കേണ്ടാത്തതായിട്ടുള്ള ഓക്കെ, ആരാണ് പറയാൻ പോകുന്നത്? പഠിക്കേണ്ടാത്തതായിട്ടുള്ള ഒന്ന് പറഞ്ഞേ. പഠിക്കേണ്ടാത്തതായിട്ടുള്ള ഓക്കെ, ആരാ പറയാൻ പോകുന്നത്? പഠിക്കേണ്ടതാത്തതായിട്ടുള്ള. ഏകദേശം ഒത്തു വന്നിട്ടുണ്ട്. അല്ല, പഠിക്കേണ്ടാത്തതായിട്ടുള്ള. അടുത്ത ആരാ പറയാൻ പോകുന്നത്? ആരാണ് പഠിക്കേണ്ടാത്തതായിട്ടുള്ള? അത് ഏതുള്ള? പഠിക്കേണ്ടാത്തതായിട്ടുള്ള. നമ്മൾ രാവിലെ പയ്യന്നൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ കറക്റ്റ് എത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഒരുപാട് നല്ല ലൊക്കേഷന് മുഹൂർത്തമായിട്ടുള്ള ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. മാടായിപ്പാറയിലാണ്. ഒരുപാട് നല്ല സീനുകൾ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഒരുപാട് നല്ല രംഗങ്ങൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. ഈ ഒരു ലൊക്കേഷനാണ് അത്. അപ്പോൾ എന്തായാലും നമുക്കിതാ ഇവിടെയും ഒരുപാട് പേരുണ്ട് മത്സരിക്കാനായിട്ട്. ബ്രോ നമസ്കാരം, പേരെന്താ? അഭിനവ്. ഒന്നുകൂടി പറയാം. അഭിനവ് എന്ത് ചെയ്യുന്നു? ഞാൻ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നു. ഹോസ്പിറ്റൽ ഫീൽഡാണ്. ഓക്കെ, എന്താണ് ഹോസ്പിറ്റൽ ഫീൽഡിൽ? ടെക്നീഷ്യൻ. എന്താണ്? OT ടെക്നീഷ്യൻ ആണ്. എങ്ങനെയുണ്ട് ടെക്നീഷ്യൻ വർക്കൊക്കെ? എങ്ങനെയുണ്ട്? ഓക്കെ, ഇന്ന് അവധിയായതുകൊണ്ട് വന്നാണോ? ഓക്കെ, അവധിയായതുകൊണ്ട് മാടായിപ്പാറയിലേക്ക് ഇറങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂരിൽ നിന്നാണ് വരുന്നത്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. 20 സെക്കൻഡാണ്. 20 സെക്കൻഡിനുള്ളിൽ ഈ ഒരു ബാറ് പുറത്തേക്ക് എടുക്കുക. പുറത്തെടുത്തു കഴിഞ്ഞാൽ സമ്മാനമുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയുണ്ട് ഭാരം? എങ്ങനെയുണ്ട്? എത്ര ഭാരം പ്രതീക്ഷിക്കുന്നതിന്? ഏകദേശം എത്ര? ഏകദേശം 7 കിലോ ഉള്ളൂ. ഓക്കെ, ബാ. അപ്പോൾ അതാ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചറിന് ആദ്യം തന്നെ അഭിനവ് എടുത്തു അല്ലേ? അഭിനവേ, എന്തായാലും ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ അതാ ഗിഫ്റ്റ് വൗച്ചറാണ്. നമ്മുടെ പയ്യന്നൂർ കല്ലറക്കൽസ് ഗോൾഡ് പാർക്കിൻ്റെ ഷോറൂമിലേക്ക് പോയാൽ മതി. ഗിഫ്റ്റ് അവിടെ റെഡിയാണ്. ഓക്കെ, താങ്ക് യു. ബ്രോ പേരെന്താണ്? സനൽ. നിങ്ങളെല്ലാവരും ഹോസ്പിറ്റൽ ഫീൽഡാണോ? അല്ലല്ല, ഫ്രണ്ട്സാണ്. നാട്ടിലെ ഫ്രണ്ട്സാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇന്നൊന്ന് പുറത്തിറങ്ങിയതാണ്. ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്കൊന്ന് വൈകുന്നേരങ്ങളിൽ നടക്കാൻ നല്ല സ്ഥലമാണല്ലേ, നല്ല വ്യൂ ആണ്, നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഓക്കെ, ബാ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ബാ. അമ്മേ, ഇതെല്ലാവരും പടപടപടാന്ന് പറഞ്ഞെടുക്കണാണ്. ഓക്കെ, എല്ലാവർക്കും ട്രിക്ക് ഗംഭീരമായിട്ട് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും കല്ലറക്കൽസ് നൽകുന്ന നല്ല സമ്മാനമുണ്ട്. താങ്ക് യു. എന്താ ചെയ്യുന്നത് ചേച്ചി? ഞാനിവിടെ നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്താണ് നേവിയിൽ? എന്താണ്? ഡാറ്റ എൻട്രി. എന്താണ്? ഡാറ്റ എൻട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, മോളെ പേരെന്താ? പേര് വെച്ചപ്പോൾ തന്നെ തിരിഞ്ഞു കളഞ്ഞു. ഓക്കെ ചേച്ചി, കല്ലറക്കൽസിലൊക്കെ പോയിട്ടില്ലേ? കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയാണ് വരാൻ പോകുന്നത്. അതായത് കല്ലറക്കൽസ് ഗോൾഡ് പാർക്കിന് എത്ര കൊല്ലത്തെ സ്വർണ്ണ പാരമ്പര്യമുണ്ട്? 40 വർഷം. എങ്ങനെ അറിയാം? എങ്ങനെ മനസ്സിലായി? നോട്ടീസിലൊക്കെ വായിച്ചു. നോട്ടീസൊക്കെ തന്നു വീണ്ടും അവിടെയൊക്കെ. ഓക്കെ, അങ്ങനെ മനസ്സിലായതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും കല്ലറക്കൽസ് നൽകുന്ന നല്ലൊരു സമ്മാനമുണ്ട്. അപ്പോൾ മോളെ പിടിച്ചോ. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കാനുള്ള സമയമായി. കുറേ ആളുകൾ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്തു, കഷ്ടപ്പെട്ടു. പക്ഷേ ഇതാ ഇവിടെ ചെറുതായിട്ട് ചില്ലൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല ഭാരം ഉണ്ടല്ലോ, ഭാരം ഉള്ളതുകൊണ്ട് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഭാരം കൂടിയാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് അത്രയും തന്നെ ഭാരമുണ്ട്. നല്ല ഗംഭീരമായിട്ടുള്ള ഗിഫ്റ്റുകളാണ് കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഒരു കാര്യം മറക്കണ്ട, ഏപ്രിൽ 3-ാം തീയതിയാണ് നമ്മുടെ റിനോവേറ്റ് ചെയ്ത ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഇനി പയ്യന്നൂരിന് സ്വന്തമാണ്. ഒരു തരി സ്വർണം പോലും ഇനി കല്ലറക്കൽസ് ഗോൾഡ് പാർക്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വർണ്ണം സ്വന്തമാക്കാവുന്നതാണ്. കണ്ണൂർ ജില്ലയിൽ വേറെ എവിടെ നിന്നും പണിക്കൂലില്ല. അതായത് ഹോൾസെയിൽ പണിക്കൂലിൽ സ്വർണ്ണം സ്വന്തമാക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഇവിടെ മാത്രമാണുള്ളത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. ഇനി ഓരോ തരി പൊന്നും വാങ്ങാം ഹോൾസെയിൽ വിലയിൽ.